ഇവിടുത്തെ സാധനം സീനാട്ടോ. 2 അടിച്ചാൽ തന്നെ നന്നായിട്ട് കയറും. ചാത്തനാണോ? ഇല്ല, പൊതുവെ തമിഴ്നാട്ടിലുള്ള സാധനങ്ങൾ അങ്ങനെ അത് ഇങ്ങനെ കുറെ മദ്യ ദുരന്തമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടോ ചോദിച്ചാൽ വെറുതെ ആവശ്യമില്ലാതെ. ലിവർ പോയാ പിന്നെ പോയി മോനെ. ശരിയാ മോനെ. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് നീ ലിവർ ട്രാൻസ്പ്ലാന്റിന് പോയി കഴിഞ്ഞാൽ വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റാ? ആ, അങ്ങനെ ആര് തരാനാ ലിവർ? അത് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ ഒരാൾക്ക് നല്ലതാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്തുനിന്ന് അത് വളർന്നു വരുമല്ലോ. ഇറങ്ങാൻ കയറുന്ന അത്ര തന്നെ സമയം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് വേറെ വഴിയല്ലോ അല്ലേ. ചെന്നൈയാ തോന്നുന്നു. TN1 ഡബിൾ സെഡ് പോയി കാണും ഒരിക്കലും. 5 മൗണ്ടൻ വ്യൂ റിസോർട്ട്. ഈ പുണ്ടൊക്കെ ഉണ്ടല്ലോ, അബാർത്ത് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെ ഉണ്ടോ എപ്പോഴും? എന്ത് കമ്പനി? മറ്റേ ഒരു തേളിന്റെ ഇതൊക്കെ പടമൊക്കെയുള്ള വൈൻ ഷോപ്പ് എന്ന് പറഞ്ഞ് ബാക്കി വേറെ എല്ലാം കാണുമല്ലോ. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ലൈസൻസ് എല്ലാം UDF ഉണ്ടായിരുന്നപ്പോൾ എല്ലാം നിർത്തിച്ചതല്ലേ. അല്ല, അന്നേരം വൈൻ ഷോപ്പിന് വേറെ ലൈസൻസ് കൊടുക്കുന്ന രീതിയിലാക്കി. അതിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ വന്നപ്പോഴെല്ലാം തുടങ്ങിയത്. ഹൈവേയുടെ അടുത്ത് ബിവറേജ് പാടില്ല, അങ്ങനെ എന്തൊക്കെയോ ചെയ്തായിരുന്നു. ഇടയ്ക്കല്ലോ പിന്നെ അവരെല്ലാം കട്ടുമുടിച്ചപ്പോൾ ഇനിയിപ്പോൾ വരുമാനം ഇല്ല കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എല്ലാം തുറപ്പിച്ചതല്ലേ. ഞങ്ങളെന്താ വാർഡ് പോലെ പോകുന്നത്? ശരി, വേഗം പോവാ. പുതിയതായിട്ട് ഓടിക്കണ ഇരിക്കണം. ഇതിന് 20 കിലോമീറ്റർ ഉണ്ടല്ലോ മൈലേജ്. 18 അതുപോലെ കയറ്റം കയറി ഇറങ്ങിക്കൊണ്ടായിരിക്കും പോകുമ്പോ ചിലപ്പോ കിട്ടുമായിരിക്കുന്നത് മൈലേജ്. പക്ഷെ ഇത് കറക്റ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്രയൊന്നും കിട്ടുന്നില്ല. പെട്രോൾ വണ്ടിക്ക് ഉണ്ടോ അത്ര മൈലേജ്? പൊതുവെ പെട്രോളിനെക്കാട്ടും കൂടുതൽ ഡീസലിനായിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ടാവും ഡീസൽ. ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് പൊതുവെ മൈലേജ് കുറവാണ്. ഇന്റേണലി എന്തെങ്കിലും നടക്കണ്ടാവുമല്ലോ. അതെ. എന്തൊക്കെയോ ഉണ്ടല്ലോ, CVT, ടോർക്ക് കൺവേർട്ടർ, സ്കൈപ്പാർ. കൈ കാണിച്ചൊക്കെ നിർത്തണം. എല്ലാരും വിളിച്ചിരുന്നു, വാ മക്കളെ കേറി വാളാ മക്കളെ. അതല്ല ഞാൻ പറഞ്ഞത്, ആ സ്റ്റെപ്പ് പോലെ സാധനം കണ്ട അതിന്റെ ഇടയിൽ കാല് വല്ല വീണ അതിന്റെ ഇടയിൽ കൂടി താഴെ വീഴും. ഞാൻ ശ്രദ്ധിച്ചില്ല. തടി കൊണ്ടുണ്ടാക്കിയല്ലേ അല്ലെ, പൊടിഞ്ഞു പോയാലേ. നീ വണ്ടർലയിലൊക്കെ പോയതായാലും അപ്പൊ ഒന്ന് ചിന്തിച്ചില്ലേ? വണ്ടർലയിൽ ഞാൻ അങ്ങനെ അത്രയും പൊങ്ങിയ സ്ഥാനത്തൊന്നും കേറില്ല. അല്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഒരു ഗ്രൂപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മാരെ കാണാനില്ല. എന്നിട്ട് ഞാൻ വേറെ ഗ്രൂപ്പിന്റെ കൂടെ പോയി. എന്നിട്ട് വാട്ടർ സ്ലൈഡും നോൺ വാട്ടർ സ്ലൈഡും ഏതൊരു പുള്ളിക്കാരി കയറിയതാ. പുള്ളിക്കാരി താഴെ എത്ര വരെ കിടന്ന് കാറുമായിരുന്നു. ഏതൊരു പുള്ളിക്കാരിയുടെ അവസരത്തിൽ ഓടിപ്പോയി താഴേക്ക്. അറിയില്ല, ഞാൻ കേറും ഒലത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരതായിരുന്നു. എന്തോ പിന്നെ വേറെ ഒരു സാധനം ഉണ്ടോ, ഒരു പൂള് പോലത്തെ സാധനം ഉണ്ട് നമുക്ക്. മറ്റേ ഒരു ടയർ പോലത്തെ സാധനം ഇല്ലേ, അത് തന്നിട്ട് ഏതോ ഒരു പെണ്ണിന്റെ മേത്തേക്ക് മൊത്തം വെള്ളം ഒഴിക്കും. ഇവിടെയൊക്കെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകണ അവസ്ഥയെ. കേരളത്തിൽ കേറുമോ അതൊക്കെ? സമയം എടുക്കുന്നുണ്ട്.
അല്ല ഇത്രയൊക്കെ മേടിച്ചാൽ മതി. പിന്നെ അവിടെ കിടക്കും. എന്താ ചാർജ് തീർന്നു പോയില്ലേ? എവിടെ ചാർജ് ചെയ്യും? ശരി. നല്ല സോളാറാക്കണം. ഏതാണ്ട് കൂടെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എന്നാ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവിടെ എവിടെ നിന്നല്ല നമ്മള് സേലത്തോട്ട് റൈറ്റ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു. മാപ്സ് ഇട്ടുണ്ടോ? ഇല്ല. ഇട്ടു. ഇന്നലെ ഞാൻ വൈൻ ഷോപ്പ് ആപ്പിട്ട് ഇവിടെ വരെ വന്നു, എന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ ഞാൻ അത് കണ്ടില്ല, എന്നിട്ട് ഈ ജംഗ്ഷൻ വരെ വന്ന് അതാണ് ലേറ്റ് ആയത്. ചോദിച്ചില്ല എന്താ ലേറ്റ് ആയത്. നീ ഇവിടെ ഒരു പിന്നെ വെച്ചാൽ പോരായിരുന്നു. പോകുമ്പോ നമ്മള് ടെൻഷനിലായിരുന്നല്ലോ, എവിടേക്ക് സ്റ്റേ കിട്ടുമോ? സ്റ്റേ കിട്ടിയില്ല. ഇവിടെ കിട്ടിയില്ലെങ്കിൽ സ്റ്റേ സേലത്ത് കിട്ടുമായിരുന്നല്ലോ. അത് ശരിയാ. പിന്നെ ഇവിടെ രാത്രി റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല ഒന്നല്ലേ കയറാൻ ഇറങ്ങാനൊക്കെ? ഈ അറിയില്ല. നമ്മുടെ കേരളത്തിലൊക്കെയാണ്, ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് അവിടെ സമ്മതിക്കുന്നത് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇല്ല, റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഒന്നും ഇന്നലെ അടിച്ച് പറ്റായിട്ട് ആ സ്പോട്ടിന്റെ അവിടെ ടീംസുകളുണ്ടായിരുന്നു. എവിടെ നിന്ന് വെച്ചപ്പോ സേലത്തിൽ നിന്ന് ഇപ്പൊ വന്നാന്ന് പറഞ്ഞു. അവർക്കറിയാം കിക്ക് വരുന്നതൊക്കെ. അവർക്ക് ഇവിടെ അടുത്തല്ലേ മൗണ്ട് ഫോർട്ടാ, അത് സ്കൂളാടാ. Enter to inspire. You are the light of the world. അത് വചനാണ്, ബൈബിൾ വചനാണ്. പള്ളിയിലച്ചന്മാരുടെ കന്യാസ്ത്രീകളുടെ ആണ് അവിടെ ചേർന്ന് കഴിയും പറയാ. അവര് അവരുടെ ഒരു ഇത് ഒടുക്കത്തേതും പോയി പഠിച്ചല്ലേ, മൊത്തം ടാർഗറ്റ് ചെയ്ത്. പക്ഷേടാ ഇതിപ്പോ നമ്മളത് കണ്ടില്ലല്ലോ, ഇപ്പൊ വന്ന വഴി തന്നെ തിരിച്ചുകൊണ്ടിരുന്നു അല്ലേ? അതിപ്പോ വന്ന വഴിയത് ഹോട്ടൽ റെസിഡൻസി. പക്ഷെ മറ്റെന്താ കാണാത്തത്? ഇവിടെ കണ്ടില്ലായിരുന്നോ? ഇവിടെയാണോ? ഇവിടെ കണ്ടില്ല, അന്ന് ബോട്ട് കണ്ട. ചോദിച്ചോ അണ്ണൻ്റെ അവിടെ. നമ്മളിരുന്ന മല കയറി ഇറങ്ങി ഇതിലേ കൂടി വന്നാൽ മതിയായിരുന്നു. അല്ലല്ലേ വന്നത്? അല്ലല്ല, നമ്മള് മെയിൻ റോഡിൽ കൂടി കയറി വളവും തിരിവൊക്കെ ഇത് ചെയ്ത്. ഇതും നല്ലത്. ഇത് പോകുമ്പോ അറിയാ, മല കയറി കഴിഞ്ഞാൽ എന്തായാലും അതേപോലെ തന്നെ ഇറങ്ങാൻ വേണം, അത് ഏത് വഴിയാണെങ്കിലും. വഴിയാണോ? വഴിയാ പോകുന്നില്ല. നീ കുഴപ്പമില്ല, ഇനി മൊത്തം ഇറക്കല്ലേ? എല്ലാ കിടക്കാൻ